ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്. സഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, എന്തൊക്കെയാണ് വിശേഷം? സെറ്റല്ലേ? വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനാണ് ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട കുട്ടികളെ, SSLC പരീക്ഷ ഈ വർഷം തുടങ്ങിയത് മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിൽ ആശങ്കയുണ്ട്. ഈ വർഷം A+ കുറയും, ഞങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫാണ്, എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെയുള്ള ചതി ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ ഒരുപാട് കുട്ടികൾ പരാതി പറയുന്നതായിട്ടും വീഡിയോസിന് താഴെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുന്നതായിട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ശരിക്ക് ഈ വർഷം SSLC പരീക്ഷയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന SSLC എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്, എന്താണ് അതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്ന് ഡീറ്റെയിൽ ആയിട്ട് വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരു കാരണവശാലും എന്റെ മക്കൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. റെഡിയാണല്ലോ? എന്താ, എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല സാർ? ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ പോലെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഞങ്ങൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കരുതിയ മാർക്കിലേക്ക് ഞങ്ങൾ എത്തുന്നില്ല, ഞങ്ങൾ നിരാശരാണ്, ഞങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഞങ്ങൾ ഇനി എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരുപാട് കുട്ടികൾ വേദനയോടുകൂടി ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും ചെയ്യുന്നത്. പോരാത്തതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ ഒരു പേപ്പറിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അത് കണ്ടതായിരിക്കും. ഈ വർഷം A+ കുറയും, 20% ക്വസ്റ്റ്യൻസ് കട്ടിയുള്ളതായിരിക്കും എന്നൊക്കെ തരത്തിലാണ്. അത് കണ്ടത് മുതൽ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ വർഷത്തെ SSLC എക്സാം, അത് മാത്സിന്റെ കേസിൽ മാത്രമല്ല എല്ലാ എക്സാമും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ പറയാൻ പോവാണ്. ഇത് 10ാം ക്ലാസ്സിന് മാത്രമല്ല, 1 മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ബാധകം തന്നെയാണ്. റെഡിയാണല്ലോ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, ഒന്ന് നോക്കാം. നമുക്ക് 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 സബ്ജക്റ്റ് ആണുള്ളത്. ഒന്ന് IT ആണ്, അതിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ IT മാറ്റി വെച്ച് ബാക്കിയുള്ള 9 വിഷയങ്ങൾ നമ്മൾ ഇന്ന് കൃത്യമായി അനലൈസ് ചെയ്യാൻ പോവാണ്. റെഡിയാണല്ലോ? 2 ടൈപ്പ് ക്വസ്റ്റ്യൻ, 2 ടൈപ്പ് സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. ഒന്ന് 80 മാർക്കിന്റെ സബ്ജക്ട്, 2.5 മണിക്കൂർ പരീക്ഷ എഴുതുന്ന 80 മാർക്കിൻ്റെത്. അടുത്തതോ 40 മാർക്കിന്റെ എക്സാം. 1.5 മണിക്കൂർ പരീക്ഷ വരുന്ന 40 മാർക്കിന്റെ എക്സാം. മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഗണിതം, സാമൂഹ്യ ശാസ്ത്രം, ഇംഗ്ലീഷ്, ഇത് 3ഉം 80 മാർക്കിനാണ് മക്കൾ പരീക്ഷ എഴുതുന്നത്. അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, മലയാളം സെക്കൻഡ്, ഫസ്റ്റ് ലാംഗ്വേജ് അറബി ആയിരിക്കാം, ചില കുട്ടികൾ ഉറുദു ഉണ്ടാകും, സംസ്കൃതം ഉണ്ടാകും, മലയാളം ഉണ്ടാകും. അങ്ങനെ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തത് ഏതാണോ അതും എത്രയാണ്? 40 മാർക്കിനാണ് പരീക്ഷ. റെഡിയാണല്ലോ? 80 മാർക്കിൽ നിങ്ങൾ പരീക്ഷ എഴുതുമെങ്കിലും 20 മാർക്ക് നിങ്ങൾക്ക് CE, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, സമഗ്രവും നിരന്തരവുമായ വിലയിരുത്തൽ എന്ന് പറയും. നിങ്ങൾ ഒരു വർഷം നിങ്ങളെ കംപ്ലീറ്റ് ടീച്ചേഴ്സ് വിലയിരുത്തി അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അസൈൻമെന്റ്സ്, പ്രൊജക്ട്, കുട്ടികളുടെ അറ്റൻഡൻസ്, കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, നോട്ട്ബുക്ക്, അങ്ങനെയെല്ലാം ഒരു വർഷത്തെ മുഴുവൻ നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിന് ശേഷം നിങ്ങൾക്ക് 20 മാർക്ക്. അപ്പൊ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്റ്റിൽ 20 മാർക്ക് CE മാർക്കായിട്ടും ബാക്കിയുള്ള സബ്ജക്റ്റുകളിൽ 10 മാർക്ക് CE മാർക്കായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അത് 99.9% നിങ്ങൾക്ക് 20-ൽ 20ഉം 10-ൽ 10ഉം തന്നെ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ടീച്ചേഴ്സ് അകാരണമായി നിങ്ങൾക്ക് മാർക്ക് കുറക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ 80 മാർക്ക് പരീക്ഷ എഴുതിയിട്ടും 20 മാർക്ക് CE മാർക്ക് കിട്ടിയിട്ടും 100 മാർക്കിലാണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് പരിഗണിക്കുക. റെഡിയാണല്ലോ? 40 മാർക്ക് നിങ്ങൾ എക്സാം എഴുതിയിട്ടും 10 മാർക്ക് നിങ്ങൾ CE മാർക്ക് എഴുതിയിട്ടും 50 മാർക്കിനാണ് ഇത്രയും സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് നിങ്ങൾക്ക് വരിക. റെഡിയാണല്ലോ? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ബാക്കി നമ്മൾ പറയാൻ പോവുകയാണ്. ഇനി ഇതിൽ ഗ്രേഡിംഗ് സ്കെയിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ, A+ കിട്ടണമെന്നുണ്ടെങ്കിൽ 90% മുതൽ 100% വരെ മാർക്ക് കിട്ടണം. അതായത് 90% മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്തുണ്ടാവുള്ളൂ? A+ ഉണ്ടാവും. റെഡി? ഇനി A ഗ്രേഡ് ആണ് കിട്ടേണ്ടതെങ്കിലോ 80% കിട്ടണം, ചുരുങ്ങിയത് 80% കിട്ടണം. ഇനി B+ ആണ് ഒരു കുട്ടിക്ക് കിട്ടണമെങ്കിലോ 70%, 70% കിട്ടിയാലേ ആ കുട്ടിക്ക് എന്ത് മാർക്ക് കിട്ടൂ? B+ കിട്ടും. അങ്ങനെയെങ്കിൽ B ആണെങ്കിൽ എത്ര % വേണം? 60% വേണം. C+ ആണെങ്കിൽ 50%-ന് മുകളിൽ വേണം.
സി ഗ്രേഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ 40% മുകളിൽ വേണം. ഡി പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 30% മുകളിൽ വേണം. ഡി പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 30% മുകളിൽ വേണം. ഇനി ഡി പ്ലസിനേക്കാൾ താഴെ ഡി ഗ്രേഡ്, ഇ ഗ്രേഡ് ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം നിങ്ങൾ 30% താഴെയേ മാർക്ക് വാങ്ങിച്ചിട്ടുള്ളൂ എന്നാണ്. 30% താഴെയാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് തോറ്റു എന്നാണ് അർത്ഥം. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് എലിജിബിൾ അല്ല, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് നിങ്ങളുടെ പേപ്പറിൽ ഉണ്ടാവും. അപ്പോ നിർബന്ധമായിട്ടും 30% മുകളിൽ, 30% മുകളിൽ നമുക്ക് മാർക്ക് വേണം ജസ്റ്റ് പാസ് ആവണമെങ്കിൽ. ഇനി എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 100ലാണ് മാർക്കെങ്കിൽ 90 മാർക്കെങ്കിലും കിട്ടിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? എ പ്ലസ് കിട്ടൂ. ഓക്കെ, റെഡി ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്ട് വൈസ് പറയാൻ പോവാം. 80 മാർക്കിന്റെ പരീക്ഷ, 80 മാർക്ക് പ്ലസ് 20 മാർക്ക്. അങ്ങനെ ടോട്ടൽ മാത്സ് 80 മാർക്കിന്റെ എക്സാം ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. മാത്സ് ഉണ്ട്, SS ഉണ്ട്, അതുപോലെ വേറെ ഏതാണത്? ഇംഗ്ലീഷ്. മാത്സ് ഉണ്ട്, SS ഉണ്ട്, ഇംഗ്ലീഷ്. ഇത് നിങ്ങൾക്ക് 80 മാർക്ക് പ്ലസ് 20 മാർക്കാണ് മക്കളെ എന്തായിട്ട് വരുന്നത്. 80 പ്ലസ് 20 ആണ് വരുന്നത്. അതിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാൻ 90 മാർക്ക് വേണം. 100ൽ എത്ര മാർക്ക് വേണം? 90 മാർക്ക് വേണം. ഇനി 80ലേക്ക് നോക്കുമ്പോൾ 80ന്റെ 90% എന്ന് പറയുന്നത് 72 മാർക്കാണ്. അപ്പൊ മക്കളെ മാത്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, മാത്സ്, ഇംഗ്ലീഷ്, SS അടക്കമുള്ള സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെങ്കിൽ 80ൽ നിങ്ങൾ 70 അല്ലെങ്കിൽ 72 മാർക്ക് ചുരുങ്ങിയത് വാങ്ങിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. 80ൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 70 അല്ലെങ്കിൽ 72 മാർക്കോ ചുരുങ്ങിയത് വേണം. 70ന്റെ മുകളിൽ നിങ്ങൾക്ക് CE മാർക്ക്, നമ്മൾ പറഞ്ഞു CE മാർക്ക് നിങ്ങൾക്ക് 20 കറക്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ 80ൽ 70 മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും. കാരണം 100ൽ നമുക്ക് എത്ര മതി? 90 മതി. ഈ CE മാർക്ക് നിങ്ങൾക്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ മാർക്ക് കൂട്ടി വാങ്ങേണ്ടി വരും. CE മാർക്ക് മക്കളെ നിങ്ങൾക്ക് കുറയില്ല എന്ന് തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ. ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നിങ്ങൾ 80ൽ ചുരുങ്ങിയത് 70 മുതൽ 72 വരെ മാർക്ക് വാങ്ങിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? എ പ്ലസ് കിട്ടൂ. ഇനി അത് എ ഗ്രേഡ് ആണെങ്കിലോ 64 മാർക്ക് വാങ്ങിക്കണം. 80ൽ 64 മാർക്ക് അല്ലെങ്കിൽ 62, 64 മാർക്ക് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? എ ഗ്രേഡ് കിട്ടൂ. ഇനി നിങ്ങൾക്ക് ബി പ്ലസ് മതി അല്ലെങ്കിൽ ബി പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം? 80ൽ 56, 56 മാർക്ക് വേണം. ഈ ബി പ്ലസ് ആണെങ്കിലോ 48 മാർക്ക് നിങ്ങൾ വാങ്ങണം. സി പ്ലസ് ആണെങ്കിലോ 40 മാർക്ക് നിങ്ങൾ വാങ്ങണം. സി ഗ്രേഡ് ആണെങ്കിലോ 32 വാങ്ങണം. ഈ ഡി പ്ലസ് വാങ്ങണമെങ്കിൽ നിങ്ങൾ എത്ര വാങ്ങണം? 80ൽ 80ൽ ചുരുങ്ങിയത് 24 മാർക്കെങ്കിലും നിങ്ങൾ എഴുതി വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂ? ജസ്റ്റ് പാസിലുള്ള മാർക്ക് കിട്ടൂ. അത് 100ലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം? 30 മാർക്ക് വാങ്ങിക്കണം. റെഡിയാണല്ലോ. ഇതാണ് 80 മാർക്കിന്റെ കേസിൽ നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി. അപ്പൊ മാത്സ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് അടക്കമുള്ള ഈ 3 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 70 മുതൽ 72 മാർക്ക് വരെ മിനിമം നിങ്ങൾ വാങ്ങിക്കണം. സെറ്റാണല്ലോ. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? എ പ്ലസ് കിട്ടൂ. ഇനി 40 മാർക്കിന്റെ കേസിൽ, അതായത് നമ്മൾ പഠിച്ചു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി അടക്കമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് 40 മാർക്കിന് എക്സാമും 10 മാർക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്, അല്ലെ? CE മാർക്കാണ്. അപ്പോ അതിന് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മക്കളെ, എ പ്ലസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 50ലാണെങ്കിൽ 45 മാർക്ക് ചുരുങ്ങിയത് നിങ്ങൾ വാങ്ങിക്കണം. ഇനി നിങ്ങൾ 40ലാണ് എഴുതുന്നതെങ്കിൽ മക്കളെ 40ൽ നിങ്ങൾക്ക് 35 മുതൽ 36 വരെയൊക്കെ മാർക്ക് ഉണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ പ്ലസ് കിട്ടും. അതായത് 40ൽ ചുരുങ്ങിയത് 35ഓ 36ഓ കിട്ടിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടൂ? എ പ്ലസ് കിട്ടൂ. ഇനി നിങ്ങൾക്ക് എ ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിക്കണം? 32. 40ൽ 32 വാങ്ങിക്കണം. ഇനി ബി പ്ലസ് ആണെങ്കിലോ 28 മാർക്ക് നിങ്ങൾ ചുരുങ്ങിയത് വാങ്ങിക്കണം. ബി ആണെങ്കിലോ 24 മാർക്ക് വാങ്ങണം. സി പ്ലസ് ആണെങ്കിലോ 20 മാർക്ക് പകുതി വാങ്ങണം. എങ്ങനെ? 40ൽ 20 മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിക്ക് എന്ത് കിട്ടുള്ളൂ? സി പ്ലസ് കിട്ടും. ഇനി സി മതിയെങ്കിൽ നിങ്ങൾ എത്ര മാർക്കെങ്കിലും വാങ്ങണം? 16 മാർക്ക് വാങ്ങണം. ഇനി നിങ്ങൾ ജസ്റ്റ് പാസ് ആവാനാണെങ്കിൽ കൂടി മക്കളെ നിങ്ങൾ എത്ര മാർക്ക് വാങ്ങണം? 12 മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. റെഡിയാണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു 70 മുതൽ 72 വരെ മാർക്ക്
മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാലെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്കിന്റെ പേപ്പറിൽ നിങ്ങൾക്ക് A+ കിട്ടൂ. അതുപോലെ 35 മുതൽ 36 വരേക്കുള്ള മാർക്ക് കിട്ടിയാലേ നിങ്ങൾക്ക് 40 മാർക്കിന്റെ പേപ്പറിൽ നിങ്ങൾക്ക് A+ കിട്ടും. ശരിയാണല്ലോ. ഇനി ഇതാണ് ആ പേപ്പർ കട്ടിങ്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ആ പേപ്പർ. എന്താ? SSLC 20% മാർക്കിനുള്ള ചോദ്യങ്ങൾ കടുക്കും എന്നാണ്. 20% മാർക്കിനുള്ള ചോദ്യങ്ങൾ കടുക്കും എന്നാണ്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പറിനെ മക്കളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എങ്ങനെയാണ് ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ പേപ്പറിനെ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്തരം ഒരു പാർട്ടീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം ഇതൊരു എക്സാം പ്രശ്നമാണ് എന്നൊരു തോന്നൽ വരാനുള്ള കാരണം. മക്കളെ ഒന്ന് നോക്കിക്കേ. ഈ വർഷം നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന പരീക്ഷാ പേപ്പർ ഇതിപ്പോ വന്നതല്ല. ഈ കൊല്ലം തുടങ്ങിയത് മുതലേ അങ്ങനെയാണ്. ഇത് നിങ്ങൾ എഴുതാൻ പോകുന്ന മോഡൽ എക്സാമും അത് കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ പോകുന്ന ഒറിജിനൽ SSLC എക്സാമും ഇതേ പാറ്റേണിൽ തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് നോക്കിക്കേ. എടാ, ജയിക്കാൻ 30% ആണ് വേണ്ടത്. ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ജയിക്കാൻ എത്ര പെർസെന്റേജ് മതി? 30% മതി. അതിനുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്താൽ ഒരു 30% ഉള്ളൂ ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതായത് 80 മാർക്കിൽ 24 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഈസി ഉണ്ടാകൂ. അപ്പൊ അത്യാവശ്യം ഇങ്ങനെ പഠിച്ചു പോണവര് മാക്സിമം പോയാൽ ഒരു 24 മാർക്കേ അതിൽ നിന്ന് കിട്ടൂ. അതിന്റെ ക്വസ്റ്റ്യനെ അതിലുണ്ടാവും. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. എന്താ? ഈസി 30% ഉള്ളൂ. അതായത് 80 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ അതിൽ 24 മാർക്കിന് മാത്രമേ മക്കളെ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാകൂ. അത് 25 ഉണ്ടാവില്ല. 24 മാർക്കിൽ കൃത്യമായിട്ട് അത് ഉണ്ടാവുള്ളൂ. ശരിയാണല്ലോ? 24 മാർക്കിൽ അത് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ബേസിക് പഠനമൊക്കെ നടത്തി പോയ കുട്ടിക്ക് 24 മാർക്കേ കിട്ടൂ. 24 മാർക്കേ കിട്ടൂ. ഇനി അത് 40 മാർക്കിന്റെ കേസാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടാം? 12 മാർക്കിനെ ഉണ്ടാവുള്ളൂ. 40 മാർക്കിന്റെ പരീക്ഷയിൽ 12 മാർക്കിന് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാകൂ. അപ്പോൾ ഒഴുക്കി പഠിച്ചു പോയ കുട്ടികൾക്ക് 12 മാർക്കേ കിട്ടൂ. ഇനി അത് 80 മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ ആ കുട്ടിക്ക് 24 മാർക്കേ കിട്ടൂ. ഇനി 50% ആവറേജ് ആണ്. 50% എന്താണ്? ആവറേജ്. അപ്പോ 80 മാർക്കിന്റെ പരീക്ഷയിൽ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒരു ആവറേജ് ലെവലായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് പഠിച്ച, നിങ്ങൾ പറയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച ഒരു കുട്ടിക്ക് 40 മാർക്കേ കിട്ടൂ. അപ്പൊ നേരത്തെ പഠിച്ച ഈസിയും പിന്നെ പഠിച്ച ഒരു 50% ഒരു ആവറേജ്, ഒരു അബോ ആവറേജ് പഠിച്ച ഒരു കുട്ടിയെ മാക്സിമം പോയാൽ ഒരു 60 മാർക്കിന് അടുത്തേ എത്തൂ. അതായത് ബി ഗ്രേഡ് കഴിഞ്ഞ് B+ കഴിഞ്ഞ് A ഗ്രേഡിലേക്ക് എത്തുന്ന ആ ലെവലിലെ എത്തൂ എന്നർത്ഥം. മനസ്സിലായോ? ഇനി ഈ 20 മാർക്കല്ല, 20% എന്ന് പറഞ്ഞാൽ 16 മാർക്ക്. 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പ്രൊഫൗണ്ട് ആണ്. എന്താ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ള പഠനം. അതായത് ആഴത്തിൽ ഡീപ്പായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി വ്യക്തമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പ്രഡിക്ഷൻ ഒന്നും ഇല്ലാതെ, ഞാൻ കുറ്റം പറയില്ല, പ്രഡിക്ഷൻ മാത്രം കേട്ട് അല്ലെങ്കിൽ തലേ ദിവസത്തെ ലൈവ് മാത്രം കണ്ടുപോകുന്ന കുട്ടികൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ നിർബന്ധമായിട്ടും കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് പഠിച്ച് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ഇതിന്റെ കൺസെപ്റ്റ് എന്താണ്, ഇതെന്താണ് ഇതിന്റെ ആശയം, ഇത് ഏതൊക്കെ രീതിയിൽ ചോദ്യം വരും എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നല്ല ആഴത്തിൽ പഠിച്ചു പോയൊരു കുട്ടിക്ക് 16 മാർക്കിന്റെ ടൈപ്പ് ക്വസ്റ്റ്യൻ തൊടാൻ കഴിയൂ. അപ്പോ ഒരു ആവറേജ് പഠിത്തം പഠിച്ച, ഒരു എബോ ആവറേജ് പഠിത്തം പഠിച്ച ഒരു കുട്ടിക്ക് മാക്സിമം 50 മുതൽ 60 മാർക്ക് വരെ കിട്ടൂ. അതായത് C ഗ്രേഡ് മുതൽ ഒരു B+ വരെ കിട്ടൂ. മാക്സിമം പോയാൽ ഒരു A ഗ്രേഡ് വരെ കിട്ടൂ. അതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് A+ ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 20 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതായത് 20 മാർക്കല്ല, 20%, അതായത് 16 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. കാരണം നമ്മൾ പറഞ്ഞു 72 മാർക്ക് വേണം എന്തിന്? A+. 80-ൽ നിന്നും നിങ്ങൾ 16 മൈനസ് ചെയ്ത് നോക്കിയേ 64 കിട്ടൂ. അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിച്ചു പോകുന്ന കുട്ടിക്ക് മാക്സിമം പോയാൽ 64 കിട്ടൂ. അതിന്റെ അപ്പുറത്തേക്ക് കിട്ടില്ല. A+ കിട്ടണമെന്നുണ്ടെങ്കിൽ 72 മാർക്ക് അല്ലെങ്കിൽ 70 മാർക്ക് എന്തായാലും കിട്ടണം.
അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എത്ര പഠിച്ചിട്ടും നിങ്ങൾ A+ലേക്ക് അങ്ങനെ എത്താത്തത്. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാലും A+ലേക്ക് അങ്ങനെ എത്താത്തത്. ഒരു 60, ഒരു 70 അല്ലെങ്കിൽ ഒരു 50ന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കും. അതിന്റെ മുകളിലേക്ക് പോവാത്തതിന്റെ കാരണം 20% ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രൊഫൗണ്ട് ആണ്. അത് 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 16 മാർക്കിൽ കടുകട്ടി ചോദ്യങ്ങളായിരിക്കും. അതുപോലെ 40 മാർക്കിന്റെ പേപ്പർ ആണെങ്കിൽ 8 മാർക്ക് 8 മാർക്കിന് കടുകട്ടി ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നോക്കിയേ, 40ൽ നിന്നും 8 കുറച്ചാൽ ബാക്കി എത്രയേ ഉള്ളൂ? 32 മാർക്കേ ഉള്ളൂ. A+ കിട്ടണമെങ്കിൽ എത്ര കിട്ടണം? 36 മാർക്ക് കിട്ടണം. അപ്പൊ എന്നിരുന്നാലും നമ്മൾ പറയുന്നത്, നിങ്ങളൊരു ആവറേജ് പഠിത്തം അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് പഠിത്തമാണ് പഠിച്ചു പോകുന്നതെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് A+ കിട്ടില്ല. നിങ്ങൾക്ക് ഡീപ്പായിട്ട് ഒരു സബ്ജക്റ്റിൽ നോളജ് ഉണ്ടോ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ എഴുതും സാറേ എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുതൽ A+ കിട്ടൂ. അതുകൊണ്ട് തന്നെ A+ന്റെ ലെവൽ ഈ വർഷം ഗണ്യമായി കുറയും. 30% ക്വസ്റ്റ്യൻസ് ഈസി ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് പാസ് ആവൽ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അത് ഏറെക്കുറെ നടന്നു എന്ന് വരും. പക്ഷേ A+ കിട്ടൽ കുറവായിരിക്കും. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ? നേരത്തെ ചോദ്യ പേപ്പർ നോക്കിയേ, നേരത്തെ ചോദ്യ പേപ്പർ ഘടനയ്ക്ക് കൃത്യമായ രൂപരേഖ പാലിക്കാതിരുന്നതിനാൽ ചോദ്യങ്ങളെല്ലാം ഏറെക്കുറെ എളുപ്പമോ ശരാശരി നിലവാരത്തിലുള്ളതോ ആയിരുന്നു. അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികവും എളുപ്പമുള്ള ചോദ്യമോ അല്ലെങ്കിൽ ഒരു ശരാശരി ആവറേജ് ലെവലിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണ്? ഒരു ആവറേജ് പഠിത്തം പഠിച്ചവരും A+ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം വരെ. SSLC മാത്രമല്ല, എല്ലാത്തിലും ഒരു ആവറേജ് പഠിത്തം പഠിച്ചു പോയവനും എന്ത് കിട്ടിയിരുന്നു? A+ കിട്ടിയിരുന്നു. അപ്പൊ ഒന്ന് നോക്കിയേ, ഒരു ആവറേജ് പഠിത്തം പഠിച്ചവനും A+ ഉണ്ട്, നന്നായിട്ട് മെനക്കെട്ട് പഠിച്ചവനും A+ ഉണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിയാണോ? അല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യം മുതൽ അധ്വാനിച്ച് മെനക്കെട്ട് പഠിച്ചവന് മാത്രം A+ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ടേമിലേക്ക്, ഒരു കണ്ടീഷൻസിലേക്ക് നമ്മുടെ ഗവൺമെന്റ് കടന്നു പോയത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം A+ കുറയും. അതിന്റെ ആദ്യത്തെ ഇരകളാകാൻ പോകുന്നത് കുട്ടികൾ നിങ്ങളാണ്. പക്ഷെ അത് നിങ്ങൾ അതൊരു പ്രശ്നമായിട്ടല്ല നിങ്ങൾ കാണുന്നത്. നിങ്ങൾ ശരിക്കും അതൊരു മെച്ചമായിട്ടാണ് കാണേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ ഈ മാറ്റം നല്ലതിനാണോ അഭിപ്രായങ്ങൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ഇത് ബാധിച്ചത് നിങ്ങളെയാണ്. അതുകൊണ്ട് നിങ്ങൾ വൈകാരികപരമായി ചിന്തിക്കാതെ ശരിക്കും ഇത് നല്ലതിനാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞ വർഷം വരെ ഈ പേപ്പറിൽ ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. എന്താ? നേരത്തെ ചോദ്യ പേപ്പർ ഘടനയ്ക്ക് കൃത്യമായ രൂപരേഖ പാലിക്കാത്തതിനാൽ ചോദ്യങ്ങളെല്ലാം ഏറെക്കുറെ എളുപ്പമോ ശരാശരി നിലവാരത്തിലുള്ളതായിരുന്നു. അതായത് കഴിഞ്ഞ വർഷം വരെ ഈസി അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതിന്റെ പ്രശ്നമല്ല. ഒരു ആവറേജ് പഠിത്തമുള്ള കുട്ടി വിചാരിക്കാണ് എനിക്ക് A+ന്റെ പാഠം ഉണ്ട്. അതായത് ശരിക്ക് ഒരു B+ A ഗ്രേഡോ കിട്ടാൻ അർഹതയുള്ള കുട്ടിക്കും എന്ത് കിട്ടാണ്? A+ കിട്ടാണ്. അപ്പൊ അവൻ സ്വയം വിചാരിക്കുകയാണെന്ന്, ഞാൻ ടോപ്പാണ്, ഇങ്ങനെയൊക്കെ പഠിച്ചാലും A+ കിട്ടും. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്ക് വന്നൊരു പ്രശ്നമാണ്. ഇത്രയും കാലം നിങ്ങൾ പഠിച്ചത് ഇങ്ങനെയൊക്കെ പഠിച്ചു പോയാലും നമുക്ക് A+ കിട്ടും എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ പഠിച്ചു പോയാൽ മാക്സിമം നമുക്ക് ഒരു A ഗ്രേഡ് വരെ എത്താൻ പറ്റൂ എന്ന് മക്കൾ മനസ്സിലാക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, അറിയിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ A+ കിട്ടൂ. അതായത് കഠിനാധ്വാനം ചെയ്യുക, ഡീപ്പായിട്ട് പഠിച്ച കൺസെപ്റ്റ് മനസ്സിലാക്കിയ കുട്ടികൾക്ക് മാത്രമേ A+ കിട്ടൂ. ഒരു ആവറേജ് പഠിത്തം പഠിച്ചവന് A+ കിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് A+ കിട്ടുന്ന തന്നെയാണ്. നിങ്ങൾക്ക് A+ ഇവിടെ വഴി മുടക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിന്റെ മാക്സിമം പൊട്ടൻഷ്യൽ നിങ്ങൾ എടുക്കാൻ തയ്യാറായ നിങ്ങൾക്ക് A+ കിട്ടും എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ ഇത് നിങ്ങൾക്ക് വന്നൊരു ബുദ്ധിമുട്ടല്ല. പക്ഷെ ഇത്രയും കാലം നമ്മൾ ശീലിച്ചൊരു സംഭവം പെട്ടെന്ന് മാറിയപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത് വിദൂര ഭാവിയിൽ നമ്മൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉന്നമനത്തിന് വേണ്ടി സഹായിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നുമില്ലെങ്കിലും വെറുതെ ഒരാൾക്ക് A+ കിട്ടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വെറുതെ ഒരു A+ ഇല്ല, അല്ലെ? വെറുതെ A+, നിങ്ങൾ പറ, വെറുതെ ഒരാൾക്ക് A+ കൊടുക്കണോ?
അങ്ങനെയാണെങ്കിൽ എക്സാം നടത്തേണ്ട ആവശ്യമുണ്ടോ? കേരളത്തിൽ എല്ലാവർക്കും A+ ഇങ്ങനെ കൊടുത്താൽ മതിയല്ലോ. എക്സാം നടത്തേണ്ട ആവശ്യമില്ല. പഠിച്ചവനും A+, പഠിക്കാത്തവനും A+, ആവറേജ് പഠിച്ചവനും A+, നന്നായിട്ട് പഠിച്ചവനും A+. അപ്പൊ ശരിക്ക് അത് ശരിയല്ല. അതുകൊണ്ട് അറിയിക്കുന്ന മാർക്കാണ് ഇനി മുതൽ കിട്ടൂ എന്നർത്ഥം. വെറുതെ മാർക്ക് കൊടുക്കുന്ന ഓൾ പ്രൊമോഷൻ രീതി പോലുള്ള കുട്ടികളെ സുഖിപ്പിക്കുന്ന പരിപാടി ഇനി ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ നിരാശരാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇതാണ് റിയാലിറ്റി. നമ്മൾ വെറുതെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ സുഖിപ്പിച്ചു കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. ദിസ് ഈസ് ദ റിയാലിറ്റി, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ പരീക്ഷയ്ക്ക് വെറും 7 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാസം കഷ്ടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സടകുടഞ്ഞ് എണീക്കേണ്ട സമയമായിരിക്കും. അങ്ങനെ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ A+ കിട്ടൂ എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ, ആ തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിധി ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, ആ ഒരു റിയാലിറ്റി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ പഠിച്ച് A+ വാങ്ങിക്കും. കാരണം ആ A+ന് ഒരു തിളക്കമുണ്ട്. അതാരും വെറുതെ തന്നതല്ല, അത് ആവറേജ് പഠിച്ചവര് കിട്ടിയതല്ല, അത് കഠിനാധ്വാനം ചെയ്തവര് കിട്ടിയതാണ് എന്ന് നിങ്ങൾക്ക് നാളെ റിസൾട്ട് വരുമ്പോ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറയാൻ പറ്റും. ഇതാരും വെറുതെ തന്നതല്ല, ഇതാരും ഞങ്ങൾക്ക് മോഡറേഷൻ തന്ന് ഞങ്ങൾക്ക് മാർക്ക് വെറുതെ തന്നതല്ല, ഇത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് വാങ്ങിച്ചതാണെന്ന് കഴിഞ്ഞ വർഷത്തെ കുട്ടികളെ നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് ഈ ഒരു ദുരിതത്തെ, ഈ ഒരു പ്രശ്നത്തെ ഒരു പ്രശ്നമായി കണ്ടുകൊണ്ട് നിരാശരാവാതെ, ഇതൊരു ചലഞ്ചായി കണ്ടുകൊണ്ട്, ഇതിനെ ഒരു ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൊരുതി A+ വാങ്ങിയിട്ട് നിങ്ങൾ അതിന് മറുപടി കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിരുന്നാലും ഈ മാറ്റം നല്ലതിനാണോ, അതോ നിങ്ങൾ എത്രത്തോളം ഇത് ബാധിച്ചു എന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതുവരെ ഗുഡ് ബൈ.